ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലണ്ടനിലുള്ളൊരു സൗത്ത് ഇന്ത്യൻ പബ്ബിലേക്ക് പോവുകയാണ്. തമിഴ് ഹബ് എന്നാണ് പേര്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്ത കേട്ടോ. നമ്മൾ 3 പേരുണ്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും. 10 o'clock നമ്മളവിടെ ബുക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 8 o'clock ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. അപ്പം ഞാനിതാ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അവിടെ എത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. ഐ തിങ്ക് പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ അടിപൊളിയായിട്ടാണ് തോന്നിയത്. ലണ്ടനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് കണ്ടത്. ഫുഡൊക്കെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. ഐ ഗോട്ട് ഇൻ ടു ദ ട്രെയിൻ, പക്ഷേ ഇറ്റ്സ് എംപ്റ്റി. ഞാനും വേറൊരാളും മാത്രമുണ്ട്, വേറെ ആരുമില്ല. നല്ല അടിപൊളി വെതറായിരുന്നു. ഒരു ഡേ ഔട്ടിനൊക്കെ പറ്റിയൊരു ദിവസം. നല്ല സണ്ണി ഡേ ആയിരുന്നു, പക്ഷെ അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. പണി കിട്ടിയിരിക്കുകയാണ്, കാരണം മിക്ക ട്രെയിനുകളും, ഞാൻ ഇവിടെ ഹാരോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ആദ്യം ഇറങ്ങിയത്, അവിടെ നിന്നുള്ള മിക്ക ട്രെയിനുകളും ക്യാൻസൽഡ് ആണ്. ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഡയറക്റ്റ് ട്യൂബ് എടുത്താൽ മതി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. പക്ഷെ ആ ഒരു ലൈന് മൊത്തം ക്യാൻസൽഡ് ആയതുകൊണ്ട് ഒരു 4 ട്യൂബ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നു നമ്മുടെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ കിങ്സ് ക്രോസ് ലണ്ടനിലെത്തി, എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ് കൊടുത്തു. ഫൈനലി ആഫ്റ്റർ 1 ട്രെയിൻ, 4 ട്യൂബ്സ്, 1 ബസ്, ഞാനിവിടെ സ്റ്റോറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇനി കുറച്ച് നേരം നടക്കാനുണ്ട്. ഈ ട്യൂബൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് അവസ്ഥ. എന്തായാലും ഇനിയിപ്പോൾ എങ്ങടാ പോകേണ്ടതെന്ന് നോക്കുകയാണ്. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ അവിടെ എത്തും. എന്തായാലും ഈ ട്യൂബിൻ്റെ ക്യാൻസലേഷൻസ് എല്ലാം കാരണം 10 മണിക്ക് എത്തേണ്ട നമ്മൾ 10:45 സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ എത്തിയോണ്ട് തന്നെ അവരെനിക്ക് വേണ്ടിയിട്ട് മസാല ദോശയും ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് നന്നായിരുന്നു, പക്ഷേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ഒരു ഗ്രാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിക്ചേഴ്സിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്, അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു മോളിൽ വെറുതെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയി. എന്നിട്ട് അവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ നമുക്ക് ഒരേപോലെ ഇഷ്ടമുള്ള ആക്സസറീസിൻ്റെ ഒക്കെ ചില ഷോപ്സിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ സൂട്ടോപ്പിയ 2 ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിന് കയറി. തിയേറ്ററിൽ കയറിയപ്പോൾ അവിടെ ആരും ഇല്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 3-4 പേരും കൂടെ വന്നു. നല്ല പടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്നി മൂവീസൊക്കെ കാണാൻ നല്ല ഫണ്ണി ആയിരിക്കുമല്ലോ. മൂവി കണ്ട് ഇറങ്ങിയതും ലഞ്ച് ടൈം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് വേഗം ലഞ്ച് കഴിക്കാൻ എവിടെയെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കാം. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് നോക്കിയത്, കാരണം രാവിലെ നമ്മൾ കഴിച്ചതിൽ അത്രയ്ക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഉച്ചത്തെ നല്ലൊരു സ്ഥലത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അവിടെ നമസ്തേ ഓം നോം എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മൾ ഇവരുടെ ഇസ്ലിംഗ്ടൺ ബ്രാഞ്ചിലാട്ടോ വന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, ഭയങ്കര കൂൾ വൈബുള്ളൊരു റെസ്റ്റോറൻറ്റ്. ആൻഡ് ഇവിടെ കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ ഈ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പല ഇവൻറ്റ്സും ഇവർ നടത്തുന്നുണ്ട് തോന്നുന്നു. സോ വി സ്റ്റാർട്ടഡ് വിത്ത് എ മാംഗോ ലസ്സി ആൻഡ് പാഷൻ ഫ്രൂട്ട് ഷർബത്ത്, പിന്നെ ഒരു ഗ്രിൽഡ് പനീർ ബ്രോക്കലി സാലഡ്, പിന്നെ പനീർ ലബാബ്ദാർ, ബട്ടർ നാൻ, ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പനീർ ലബാബ്ദാർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൽ പനീറിന് പുറമെ എനിക്ക് തോന്നുന്നു സോയയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പനീർ ലബാബ്ദാർ. എന്തായാലും ഫുഡ് കിടിലനായിരുന്നു മൊത്തത്തിൽ. നമ്മൾ ഒരുപാട് നേരം ആ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്തു, വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ചു വിട്ടോ. അപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ കിങ്സ് ക്രോസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇനി അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.